ശരിക്കും ഇൻ്റർവ്യൂ ഒരു ഫാക്ടറാണ് യു പി എസ് സി ക്ലിയർ ചെയ്യാൻ. ഇപ്പം യു പി എസ് സിയിൽ 275 മാർക്കാണ് ഇൻ്റർവ്യൂവിൽ വരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂവിനെക്കാട്ടി കൂടുതൽ മാറ്റർ ആവുന്ന ജി എസ് ഓപ്ഷൻ അല്ലെ എസ് എ പേപ്പേഴ്സാണ്. 1750 മാർക്സാണ് നമുക്ക് മെയിൻസിൻ്റെ അത് കൗണ്ട് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ വരും 275 മാർക്ക് മാത്രമാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ നല്ല സ്കോർ ഇല്ലെങ്കിൽ നമ്മൾ മെയിൻസ് നന്നായി എഴുതി നമുക്ക് യു പി എസ് സി ക്ലിയർ ചെയ്യാം. പക്ഷേ ഇൻ്റർവ്യൂ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കേഡറും അലോക്കേഷൻസ് സർവീസും ഒക്കെ ഒരു പക്ഷേ ബാറ്റർ ചെയ്യുന്നതാണ്. ഇൻ്റർവ്യൂവിനെ കിട്ടുന്ന ഏറ്റവും തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നതാണ്. ശരിക്കും നമുക്ക് അറിയാവുന്ന പോലെ ഇംഗ്ലീഷ് പറഞ്ഞൊപ്പിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് മോക്ക് ഇൻ്റർവ്യൂസ് എടുത്തപ്പോഴേക്കും വളരെ മോശമായിരുന്നു. അതിനുശേഷം ഞാനൊരു യു പി എസ് സി ബോർഡ് അംഗത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം. അതായത് എല്ലാവരും കുറച്ചൊക്കെ ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിക്കുന്നു, നമ്മൾ എങ്ങനെയും പറഞ്ഞ് അവരൊന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ശരിക്കും ഇൻ്റർവ്യൂ എന്ന പേര് തന്നെ തെറ്റാണ്, അത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അവർ നോക്കുന്നത് നമ്മൾ എത്രത്തോളം സിൻസിയറായിട്ടാണ് ആൻസർ പറയുന്നത്, എത്രത്തോളം കൂളായിട്ടാണ് ആൻസർ പറയുന്നത്, എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ എന്നോട് അവർക്ക് ഇങ്ങനെ ഞങ്ങൾ പ്രായമായവരാണ്, ഞങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണം. ഞാൻ കയറിയപ്പോൾ ഒരു ഉച്ച സമയമാണ്. ഓക്കെ സാർ നമുക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂ ചെയ്യാമെന്നുള്ള രീതിയിൽ ഓക്കെ എന്ന് പറഞ്ഞു. അതായത് അത് ഞാൻ ചിരിച്ചില്ല ആ സമയത്ത്. അപ്പോൾ അവർ നോക്കുന്ന എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള നമ്മുടെ ക്യാരക്ടറാണ്. ഇൻ്റർവ്യൂ ബോർഡ് ചേർന്നവരൊക്കെ ചിരിച്ച് സന്തോഷിച്ച് ബേട്ടാന്നൊക്കെ വിളിച്ചും ഭയങ്കര ഹാപ്പി ആയിട്ട്. അതിൻ്റെ ഒരു എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എനിക്ക് ഡോർ ഓർമ്മയില്ല. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് കൺഫ്യൂസ് ആയി. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇൻ്റർവ്യൂ ജസ്റ്റ് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. ഇൻ്റർവ്യൂ ബോയ് ചെയർമാൻ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ വാതിലാണെന്ന് കാണിച്ചു തന്നു. പക്ഷേ അപ്പോൾ മനസ്സിലായി അവർ നമ്മൾ അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, കുഴപ്പമില്ലാത്തൊരു മാർക്കും ഇൻ്റർവ്യൂവിൽ കിട്ടി. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ പ്രതീക്ഷ ഒരു സ്കൈ റോക്കറ്റ് ലെവലായിരുന്നു.